പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 5:5 വചനം വെളിപ്പെടുത്തുകയാണ്. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അതായത് ദൈവം കരുണാമയനാണ്. എൻ്റെ യേശു എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കും. ശരിയാണ് സഹോദരങ്ങളെ. ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം അത് വീണുപോയാൽ ഈശോ ക്ഷമിക്കും. പക്ഷേ അത് ലൈസൻസ് ആക്കി എടുത്ത് ഒരു ചെറിയ പ്രലോഭനത്തെ പോലും ചെറുത്ത് തോൽപ്പിക്കാതെ നമ്മളൊരു പ്രലോഭനം വരുമ്പോഴേക്കും അതിലേക്ക് വീഴാനുള്ള ഒരു സന്നദ്ധത നമ്മൾ തന്നെ രൂപപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയൊരു കെണിയായി തീരും. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഞങ്ങൾക്ക് പാപപ്രലോഭനങ്ങൾ വരുമ്പോൾ അവയെ എതിർത്ത് നിൽക്കാൻ വേണ്ട ഒരു കൃപ, ഒരു ധീരത ഞങ്ങൾക്ക് നൽകണം. ചിലപ്പോഴൊക്കെ പിശാച് പല രീതിയിൽ ഞെരുക്കങ്ങൾ അനുവദിക്കുമ്പോൾ ഞങ്ങൾ അതിൽ നഷ്ടധൈര്യരാകാതെ അതിനെതിരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ. അവ നിങ്ങളൊന്ന് ഓടിയേക്കലോ. അങ്ങനെയല്ല യാക്കോസ്ലിയ പറയുന്നത്. തിന്മയ്ക്കെതിരെ ശരിക്കും ഒരു ഫൈറ്റിംഗ് കപ്പാസിറ്റി കർത്താവ് ഈശോയോട് ചേർന്നത് മാത്രമാണ് നമുക്കത് കിട്ടുകയുള്ളൂ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.